സരക്കെ എവിടെ ഉണ്ട്? സരക്കെ എവിടെ ഉണ്ട്? സരക്കെ നീ മാത്രം ഒന്ന് പെട്ടെന്ന് മാറി വന്നേ, ഒരു അർജന്റ് കാര്യമുണ്ട്. സരക്കെ ഞാൻ പറയാം, നീ മറ്റേ നീ കുറച്ച് ഫ്രണ്ടിലോട്ട് വാ, കുറച്ച് ഫ്രണ്ടിലോട്ട് വാ. സരക്കെ കേറ്, സരക്കെ കേറ് 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 കേറ്. മുതുക്കിന് എല്ലാണ്ടും ഉണ്ട്, അടുങ്ങിപ്പോണ്ട്. ഞാൻ ഇപ്പുറത്താ മറ്റേ ഇതിലിപ്പോണ്ട്. ഹലോ ഹലോ, മുതുക്കിന്റെ അകത്തോട്ട് പോയി മറ്റേ മറ്റേ റിപ്പയർ ഷോപ്പിന്റെ ഇവിടെ മറ്റേ മുതുക്കിനെ പുറത്തുള്ള ബാക്കിലുണ്ടോ? ഇമ്പോണ്ട് 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 അവിടെ. ഓക്കെ ഓക്കെ. ഇമ്പോണ്ട് വന്നു. ബാബു, നീ അല്ലാതെ വേറെ ആരും ഈ ചെറ്റത്തരം കാണിക്കുന്നില്ലെന്ന് എനിക്കറിയാം. ചെറുക്കൻ നമ്പർ എന്റെ ഒരു സീക്രട്ട് എന്റെ പറഞ്ഞാലോ എന്ന് വിചാരിച്ച് മിണ്ടരുന്നതാണ്. സീക്രട്ട് ഉണ്ട് എന്റെ മലയാളി, ഞാൻ അതോടെ പറഞ്ഞിട്ടൊക്കെ പോവല്ലേ. എന്തായാലും വിളിച്ചില്ല മലയാളി. സത്യം പറ, ചെറുക്കനെ കാട്ടി ഞാനാണ് ഞാൻ കുറച്ചുകൂടെ കൊല്ലാനുള്ളത് കേട്ടോ. ചെറുക്കനെ കൊല്ലാം, പക്ഷെ ഞാനും കൊല്ലാം, മനസ്സിലായില്ലേ? ഓക്കെ, ഇറങ്ങി വന്നേ. മലയാളി പെട്ടെന്ന് പറയൂ. നിൽക്കുന്നത് ഞാൻ ഹെൽമെറ്റ് ഊരി കേട്ടോ ബാബു, എന്റെ മുഖം കണ്ട് പറയണം, അല്ല എന്റെ കണ്ണ് താഴും. ആണോ? കള്ളം പറയൂ മലയാളി. അപ്പൊ മലയാളി മലയാളി ബാബു ക്ലാസ് കൂടാ മാട്ടോ? മാറ്റണോ? കണ്ടൂടാ കണ്ണ്? ഓക്കെ ആയോ? ഓക്കെ മലയാളി. അപ്പൊ ബാബു, ഇത്ര നാള് ടി വിക്ക് തന്ന സേവനങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. സിറ്റിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം, ആരെ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. മലയാളി ടി വി പോണ മലയാളി? ഞാൻ ടി വിന്ന് പോവല്ല, നീ നീ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ബൈ ബൈ. എവിടെയെങ്കിലും ഒക്കെ സിറ്റിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാം. പിന്നെ ഇനി കാണുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കരുത്, അടിച്ച് മോന്തേ പൊട്ടിക്കും. ഞാൻ സരക്കിൻ്റെ അടുത്ത് വരെ പോയിട്ട് വരാം. സരക്കെ വാ, കയറി കയറി കയറി. എടാ, ഞാൻ മറ്റവനെ ടി വി എന്ന് പറഞ്ഞു വിട്ട്. ബാബുവിന്. വേണ്ട, അവന് വേണ്ട. അവന് കുറച്ച് നാളായിട്ട് വിളച്ചില്. ആണോ? വന്നതിന്റെ അന്ന് തന്നെ പറഞ്ഞിട്ട വിഷമോ അവന്? തിരിച്ചുപോയിട്ട് നാളെ പോവാന്ന് പറയല്ലേ? വേറെ വണ്ടി പിടിച്ച് പോയിട്ടാണ്. ഹലോ ബാബു, ബാബു എന്തോ ബാബു വരുതി. ഞാൻ ഉള്ളപ്പോ നിന്നെ ഇറക്കി വിടൂ. ബാബു ഇന്ന് തന്നെ എന്റെ അടുത്ത് പോവാൻ പറഞ്ഞേ. ഇന്ന് തന്നെ പോവാൻ പറഞ്ഞ നിന്നെ. ഇപ്പൊ തന്നെ ഇറങ്ങാൻ ഡ്രസ് ബാബു, ഞാൻ പറഞ്ഞേള്, ഞാൻ ഉള്ളിടത്തോളം കാലം നടക്കൂല ബാബു. ഇപ്പൊ കൊറേ നാൾക്ക് ശേഷമാണ് ബാബു നീ സിറ്റിയിൽ വന്നത്. അപ്പൊ നീ ഇന്ന് വന്ന് ഗ്യാങ് ഹൗസിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നാളെ പോയാ മതി. ഓക്കെ? ഫുഡായിട്ട് എന്റെ ഉണ്ട്. സരക്കെ എല്ലാ പേജ് ഒന്ന് ചെക്ക് ചെയ്യണേ. സരക്കെ എല്ലാ പേജ് ഒന്ന് ചെക്ക് ചെയ്യണേ. പിന്നെ എനിക്ക് അപ്പൊ അതുമായിട്ടുണ്ട് ബാബു. നീ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബാബു ഫുഡ് ഉണ്ടോ ബാബു കയ്യില്? എടാ ടിവിയിലെ എല്ലാരും ഗ്യാങ് ഹൗസ് വരാൻ പറ. ടിവിയിലെ എല്ലാരും, ടിവിയെ ഗ്യാങ്ങിലെ എല്ലാരും ഗ്യാങ് ഹൗസിൽ വരാം. എക്സ് ടി വി ഒക്കെ പുറത്ത് എവിടെങ്കിലും വെച്ച് കാണാം കേട്ടോ ബാബു. ബാബു എവിടെ വെച്ചെങ്കിലും കണ്ടാ എന്നെ അറിയാത്തോലെ പോണം ബാബു. എനിക്ക് ഇതിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ? അല്ല, എക്സ് ഗേൾ ഫ്രണ്ട് വരെ തിരിച്ചു വിളിച്ചാണ്. ഇതിപ്പോ മെമ്പർ ആയതുകൊണ്ട് പ്രതീക്ഷയില്ല. അതെ അതെ.
അതെ സൂസന് വരെ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനും വിചാരിച്ചു നിനക്ക് ഒരു ചാൻസ് തരുമോ. എന്റെ തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഡോക്ടറെങ്കിലും സങ്കടപ്പെടാറുണ്ട്. നീ ചെയ്ത തെറ്റ് ആക്റ്റീവല്ല. നീ ആക്റ്റീവല്ല. ഇപ്പം ഫുള്ള് ട്രൈ ഹാർഡാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. സിറ്റി കയറാൻ സമയമില്ലെന്ന് അറിയുന്നേ. ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ് അല്ലേ? ബേസിക് നീഡ്സ് ആണോ ട്രൈ ഹാർഡ്? അയ്യോ അത് കൂടുതലാണെന്നാണ് എന്റെ അർത്ഥം. ട്രൈ ഹാർഡേ കൂടുതലാ. ഭയങ്കര ഓവറാ. ഇനി മുതൽ നേരത്തെ വരാൻ പാടി. ആ നിന്നോട്ടോ നിർത്തിയ ബാബു അത് ശരിയാ ബാബു. ശരിയാ ബാബു നാളെ തൊട്ട് നേരത്തെ വരുവാ? നേരത്തെ വരും. ഞാൻ നേരത്തെ വരും. മൊലാലിയാണ് താമസിച്ച് പറഞ്ഞത്. ആണോ? അല്ലല്ല ഞാനാണ് താമസിച്ച് പറഞ്ഞത്. സിറ്റിയിലൊന്നും കാണുമോ? ഞാൻ എല്ലാ സിറ്റിയിലുണ്ടല്ലോ. അടുത്ത ടർഫാർ എത്ര പിക്ക് എടുക്കും? ആ എഗ്രിമെന്റിൽ കേറ്റാം. മലയാളി E4 വെക്കാതെ മിനിമം 2 പിക്ക് എടുക്കും മലയാളി. അപ്പൊ കഴിഞ്ഞ ടർഫിൽ നീയാന്ന് വെച്ചത്? അല്ല ഞാൻ അത് ബാക്കി എല്ലാരും കൂടെ വെച്ചതാണ് മലയാളി. C4 വെക്കാൻ എത്ര എടുക്കും? C4 വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ കിൽ ആയിട്ട് വരും മലയാളി. വാട്ടിന്റെ കൊട്ടാ മതി. വാട്ട് ഫുള്ള് കൊണ്ടുവരും. മിനിമം എത്ര പിക്ക് എടുക്കും? എത്ര അത് പറ മലയാളി. മിനിമം എനിക്കൊരു അഗ്രസീവ് പൊസിഷൻ തരണം മലയാളി. ചുമ്മാ ആരും കയറട്ടെ ഓണം കയറാൻ മൂലയെ കൊണ്ട് എന്നെ ഇരുത്തി കയറണ ഈ ആവണെങ്കിലും വന്ന് അടിച്ചിട്ട് പോകും മലയാളി. എനിക്കൊരു അഗ്രസീവ് പൊസിഷൻ മലയാളി. എനിക്ക് എന്റെ അത് നമ്മൾ അസൈൻ ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാ ഈ കഴിവുള്ളവരെ ആള് വരുന്നിടത്തും കഴിവില്ലാത്തവരെ ആളില്ലാത്തടത്തും ആയിരിക്കും നമ്മൾ ഇടുന്നത്. അതെ എന്റെ കഴിവ് കാണിക്കണമെങ്കിൽ ആളുള്ളിട്ട് ഞാൻ വരണം മലയാളി. അതാ നീ കഴിവില്ലാത്തോണ്ടാണ് നിന്നെ ആള് വരാത്തടത്തിരുന്നത്. പക്ഷെ എന്നിട്ടും നീ അവിടെ വീഴുവാ മലയാളി. ഞാൻ പറയല്ലേ മലയാളി, എന്റെ പ്രാക്ടീസ് സെക്ഷനിലൊക്കെ ഞാൻ എല്ലാരും അടിച്ചിരുന്നുണ്ട് മലയാളി. പക്ഷെ എനിക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പൊസിഷൻ കിട്ടിയില്ല. പ്രൂവ് ചെയ്യാനോ? ബാബു നിനക്ക് മൊത്തത്തിൽ കഴിവില്ലാതെ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ വരുന്നത്. ലൈഫിലും ഒന്നും നടക്കുന്നില്ല. ഇങ്ങനെയാണ് ഞാൻ സസ്പെൻസ് പൊളിക്ക് എല്ലാരും വായിരിക്കണ കേക്ക്. അങ്ങനെ ബോട്ടം കൊണ്ട് ഇടിച്ച് കണ്ണ് വിലക്ക് വെച്ചിരിക്കുന്ന നീ നോക്കിയാണ് കണ്ണിലോട്ട് നോക്കിയാണ് ഡ്രൈവറിന്റെ. എല്ലാരും ഗ്യാങ് ഹൗസ് വരാൻ പറയട്ടോ. ഒരു അർജന്റ് കാര്യം പറയാനുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആ തൽക്കാലം കയറിക്കോ. വണ്ടിയിലല്ല ഗ്യാങ് ഹൗസിൽ. ക്യാരി ഒന്നും പറ്റൂല. ചത്തോ? ഇവിടെ വരെ വരുന്ന കണ്ടടാ. എവിടോട്ട് പോയി സന്ദ്ര? അല്ല സർക്കെ എങ്ങോട്ട് പോയി? എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. പോട്ടെ. ഇവനെ ഇന്നൂടെ വെറു വെച്ച് പട്ടി തീട്ട ഉണ്ടാക്കുന്ന മെഷീനാ അത്. അല്ലാതെ വേറെ ഒരു ഉപകാരവും ഇല്ല. എടാ അങ്ങനല്ല ബാക്കിയുള്ളവരൊക്കെ അറ്റ്ലീസ്റ്റ് പണിയെങ്കിലും എടുക്കുന്നുണ്ട്. നിന്നെ കൊണ്ട് അതിന് മാത്രമേ ഉള്ളൂ ഉപകാരം. അല്ലല്ല ബാക്കിയുള്ളവരൊക്കെ അറ്റ്ലീസ്റ്റ് പണിയെങ്കിലും എടുക്കുന്നുണ്ട്. ഇത് തന്നെ നിന്റെ പരിപാടി, അല്ല വേറെ എന്തിന്? സത്യം പണിയെടുക്കുന്നുണ്ട് മലയാളി. ഞാൻ ഏകദേശം 1 കോടി രൂപ മലയാളിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇട്ട് മലയാളി. അവനെ കയറി എനിക്ക് ചെറുക്കണ്ണ എല്ലാം കൂടെ ഉണ്ടാവും. മറ്റേടാണ് വേണോ?